ഒരു ചോദ്യത്തിന് എന്താ അദ്ദേഹം മറുപടി പറയാത്തത്? SDPI കൂട്ടുകെട്ടുണ്ടോ ഇല്ലയോ? അതിനെന്താ മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? കേരളത്തിൽ SDPI പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് അത് ചോദിക്കുന്ന പത്രക്കാരോട് കയർക്കുന്ന കാര്യം എന്താണ്? എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി SDPI PDP കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. ആരാണ് PDP, ആരാണ് SDPI എന്ന് നിങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. അവരുമായി പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് മതേതരത്വം പറയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കേരളത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വർഗീയത ആളി കത്തിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇത്തവണ തുടർഭരണത്തെപ്പറ്റി അദ്ദേഹം ചിന്തിക്കേണ്ട. തുടർഭരണം ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾ UDF അധികാരത്തിൽ കൊണ്ടുവരാൻ പോകും. ആര് പറഞ്ഞു? അയ്യോ, എനിക്കെതിരെ നോമിനേഷൻ കൊടുത്തു. അയാളുടെ നോമിനേഷൻ തള്ളിപ്പോയപ്പോൾ ആ എതിർത്ത ആരാന്നറിയോ? BJP CPM അദ്ദേഹത്തെ പിന്തുണച്ചത്. SDPI സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുത്തിരുന്നു. ഇവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചു. കഴിഞ്ഞ തവണ ഹരിപ്പാട് SDPI മത്സരിച്ചു 500 വോട്ടാ കിട്ടി അവർ മത്സരിച്ചിട്ട്. ഇതാണ് വീണ്ടും നോമിനേഷൻ കൊടുത്തു. അതെ, നോമിനേഷൻ തള്ളി. ഇത് കേക്ക്, ഹരിപ്പാട് മാത്രമാണ് നോമിനേഷൻ കൊടുത്തത് SDPI. ആ നോമിനേഷൻ തള്ളിക്കളഞ്ഞു. തള്ളിയത് എന്തുകൊണ്ടാണ്? നോമിനേഷൻ ഭരണാധികാരിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണല്ലോ തള്ളിക്കളഞ്ഞത്. എന്നിട്ട് തള്ളിയതിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് BJPയും CPM. അതിന്റെ അർത്ഥം എന്താണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? എനിക്ക് അവർ നിൽക്കണമെന്ന് തന്നെയാണ്. 500 വോട്ട് പിടിച്ച് പോട്ടെന്നുള്ളത്. അവർ നിൽക്കുന്ന സന്തോഷം. ഞാൻ ഭരണാധികാരിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. എനിക്ക് ആഗ്രഹം പുള്ളി നിൽക്കണമെന്നല്ല. ആരാന്ന് എനിക്കറിയില്ല. കാരണം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മാത്രം SDPI മത്സരിക്കാമെന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? വെറുതെ വിഡിത്തം വിളിച്ച് പറയരുത്. ഈ CPM പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് അവരുടെ ഒരു ആരോപണം ഈ വയനാടുമായി ബന്ധപ്പെട്ടാണ്. അത് തിരിച്ച തുക എന്തെടുത്തു എന്നുള്ളതാണ്. രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് മുക്കിയ ആളുകൾ ഈ വർത്താനം ഞങ്ങളോട് പറയണ്ട. കുഞ്ഞികൃഷ്ണൻ മുഴുവൻ രേഖകളും പുറത്തുവിട്ടല്ലോ. എന്താ അതിനെപ്പറ്റി പറയാത്തത്? മരിച്ച് മുകളിൽ നിൽക്കുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയവർ ഞങ്ങളോട് കണക്ക് ചോദിക്കണ്ട. ഞങ്ങൾ കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കോളാം. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, കെട്ടിടം പണിയും, ആളുകളെ അവിടെ പാർപ്പിക്കുകയും ചെയ്യും. രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയതിനെ പറ്റി മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തത്? ദേശാഭിമാനി എന്താ മിണ്ടാത്തത്? എല്ലാ രക്തസാക്ഷികളുടെയും ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഈ മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകുന്നു. പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രി ഏതായാലും ആ കസേര അധികം ഇല്ലാത്തത് കൊണ്ട് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല.